അനിൽ ആനന്ദ് വളരെ കാഷ്വൽ ആയിട്ടൊരു ഡെലിവറാണ്. പക്ഷെ ഇത്രയും ക്യാമറ ഞാൻ അതൊക്കെ കാണാം, ഇത്രയും മൊബൈൽ ക്യാമറ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണുന്ന ഒന്ന് ഹായ് പറയുന്നതാണ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. സന്തോഷം. പടമാണ് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും വേണം. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഒരുപാട് മീറ്റിംഗ്സ് ആവുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്. നമുക്ക് ഫാമിലിക്ക് പോയി കണ്ട് ഹാപ്പി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമ. അതിനേക്കാൾ ഉപരിയൊന്നും ഈ പടത്തിലില്ല. പക്ഷെ ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയായിരിക്കും. ക്രിസ്മസിന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടം ഡെലിവർ ചെയ്യാൻ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. സോ താങ്ക് യു. രാജുവിടെ ഞങ്ങളുടെ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ഇത്രയും നല്ലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. വളരെ മികച്ചൊരു ടീമായിട്ട് പ്രൊഡ്യൂസർ മാത്രമാണ് പൊതുവിലാണുള്ളൂ. ബാക്കി എല്ലാവരും ഈ ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ നിവിനായാലും നിവിൻ്റെ തിരിച്ചു വരുവാന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ഓൾറെഡി അത്ര ഗംഭീരമായിട്ട് പഴയ നിവിനാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ആക്കിയിട്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. താങ്ക് യു വെരി മച്ച്. എന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ആക്ടറാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വരാൻ പോകുന്ന അടുത്ത ബാച്ചിൽ ഏറ്റവും നല്ലൊരു അല്ല, ഞാൻ സർപ്രൈസിംഗ്ലി കണ്ടുപിടിച്ച ഒരു ഞാൻ അറിയിച്ചാൽ പുള്ളി നല്ലൊരു ആക്ടറാണ്. ഡ്രാമയിലത്തെ ആക്ടർ എന്നൊക്കെ പറ്റി മനസ്സിലാവുന്നത്. ഡയറക്ടർ മാത്രമല്ല, അതിഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്നാണ്. ഇനി അങ്ങോട്ട് ഇയാളുടെ ട്രാവൽ നമുക്ക് കാണാൻ പോകുന്നതാണ്. ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് അഖിൽ ഈ പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നാൾക്ക് മുമ്പ് ഇതിന്റെ കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ കഥ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സ്റ്റോറി നറേഷൻ ആയിരുന്നു അഖിലിന്റെ. പടം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഐ എം ഷുവർ ആ കഥ നറേറ്റ് ചെയ്ത രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഐ ഹോപ്പ് അതുപോലെ തന്നെ സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിലൊരു ചെറിയ വേഷം അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വേഷം തന്നു. അതിൽ ഭയങ്കര കൃതാർത്ഥനാണ്. സോ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂടെ ആരോടുണ്ട് അറിയാലോ, ഡയസറിലത്തെ പുലിയാണ്. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് ഡയസറി കണ്ടത്. അപ്പോൾ അച്ഛൻ തിയേറ്ററിൽ നിന്നിട്ട് ഇതിൻ്റെ സീനുണ്ടല്ലോ, എന്നിട്ട് ഫുട്ബോൾ അടിച്ചിട്ട് കുഴപ്പമില്ല ഓക്കെ പറയുന്നത്. അച്ഛൻ അതുകൊണ്ട് ഷൂ ഷൂ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഇത് കാണുമ്പോൾ അച്ഛനെ ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശബ്ദം കിട്ടിയവരാണ്. രസമുള്ള ഹ്യൂമറൊക്കെ. നമസ്കാരം. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന്, പ്രത്യേകിച്ച് ഇവരുടെ പ്രോസസ്സിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായില്ല. ഞാൻ ചെറിയ വേഷം ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കൂടെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പോൾ മൊത്തത്തിൽ ഫ്രം സ്റ്റാർട്ട് ഈ പടം അറിയാം. അപ്പോൾ ഭയങ്കര രസമായിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തതും അതിന്റെ പ്രോസസ്സിനൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവരപ്പോ തന്നെ മഴ ഇന്ന് ഷൂട്ട് അപ്പം അത്ര റിലാക്സ്ഡ് ആയിട്ടും ക്ലാരിറ്റിയോട് കൂടി ഷൂട്ട് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നതിന് വലിയ സന്തോഷം. വെരി എക്സൈറ്റഡ്. സിനിമ തിയേറ്ററിൽ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ്റെ ഒരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്നൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ താങ്ക് യു. സിനിമ സിംഗ് സൗണ്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ പൊതുവെ കുറവാണ്, ഡബിംഗ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യാറ്. പക്ഷേ സിംഗ് സൗണ്ടിന്റെ ബ്യൂട്ടി, അത് കൊടുക്കുന്ന ഡയമെൻഷൻ ഫീൽ ചെയ്യിപ്പിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് രാധാകൃഷ്ണനാണ്. രണ്ടാമത് സ്റ്റേറ്റ് ഓർഡിനറാണ്. കുട്ടപഞ്ച പോലുള്ള വലിയ പ്രൊഡക്ട് ചെയ്തിട്ട് ബോളിവുഡിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ നാട്ടിലാണ്. അനിലിന്റെ ഒരു രണ്ടോ ഇത് നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. 6 മാസം കൊണ്ട് എടുക്കുന്നത് നരേഷൻ കഴിഞ്ഞ് ഫിനിഷ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഇത്. മലയാളത്തിൽ പൊതുവെ സിംഗ് സൗണ്ട് നടക്കുന്നുണ്ടെങ്കിലും വളരെ ഹിന്ദി അല്ലെങ്കിൽ അന്യ വേറെ ഇൻഡസ്ട്രി നോക്കുമ്പോൾ കുറച്ച് നമ്പർ ഓഫ് ഫിലിംസ് ഒരുപോലെ മലയാളത്തിൽ നടക്കാറുണ്ട്. അപ്പോൾ അഖിലിൻ്റെ 2ാം സിനിമയാണ്. അഖിൽ പാർച്ച് വർക്ക് തുടങ്ങുന്ന സിംഗ് സൗണ്ടാണ്.
അപ്പോൾ നമ്മളെല്ലാവരും ക്യാമ്പിലൊക്കെ പോകുന്നതിൽ വളരെ എൻജോയ് ചെയ്ത് ഒരു വളരെ എന്താ ജോളിയായിട്ട് ഫിനിഷ് ചെയ്ത സിനിമയാണ്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലിജു കൂടിയുണ്ട്. ലിജു ആണ് കണ്ടസ്റ്റൻസ് സിനിമയുടെ വീട്ടില് ഫർണിച്ചറിനേക്കാളുള്ള സ്റ്റേറ്റ് ഓർഡറുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് കണ്ട എല്ലാ കടങ്ങാവിലും ഡൈസറയിലും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ലിജു ഒരു ഗ്രാമമാണ് നമ്മൾ ഇതിൽ പ്രീമൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. വലിയൊരു ആഗ്രഹം ഗ്രാമസിനിമ. ഞാൻ ആക്ച്വലി 25 വയസ്സിൽ വളർന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ അച്ഛൻ കുറേ നാളായിട്ട് എൻ്റെ ഓർമ്മയിൽ സ്നേഹമായിട്ട് വന്നിട്ടാണ് അവസാനത്തെ ഗ്രാമസിനിമ. അപ്പോൾ മനസ്സിൽ കണ്ട ഗ്രാമം അതിലുണ്ടായിട്ടൊക്കെ തന്ന ഫ്ലവർസ്റ്റാണ് ലിജു. വളരെ എക്സൈറ്റഡ് ആയിട്ട് ഈ പ്രൊജക്റ്റിൽ വരുമ്പോൾ ആക്ച്വലി അഖിൽ പറഞ്ഞ പോലെ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമായിരുന്നു. ഒരു സ്ട്രെസ് ഇല്ലാണ്ട് ഒട്ടും ഒരു പ്രഷർ തരാണ്ട് വർക്ക് ചെയ്തൊരു ഫിലിം. ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇത് വളരെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സണൽ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഓരോ സീനും എനിക്ക് ഭയങ്കര വെച്ചത് അത് എന്തായാലും ഓരോ സീനും എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഒരു കുളിർമ അത് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. മോസ്റ്റ്ലി അത് കിട്ടിയില്ല എന്നൊരു വിശ്വാസം. അത് നിങ്ങൾ ക്യൂബിൽ കണ്ടപ്പോഴും അതിൻ്റെ ഫൈനൽ ഔട്ട് കണ്ടപ്പോഴും അത് ആ തനിമ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒത്തിരി പ്രൊജക്ഷൻ ഈ പടം ഒത്തിരി വലിയൊരു വിജയമാക്കുന്നു ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നു. ആവുന്നില്ല ഒരു പ്രതീക്ഷയുണ്ട്. ആക്ച്വലി നല്ലൊരു പടമായിട്ട് ക്രിസ്മസിന് ഇത് എന്തായാലും നല്ല രീതിയിൽ പ്രേക്ഷകർ എടുക്കുന്നില്ല. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരും ഓർമ്മിക്കുന്ന എഡിറ്ററാണ്. ഇതിന് ഞാൻ എഡിറ്റ് ചെയ്ത സിനിമ ഒരു ബിജുവാണ് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അച്ഛൻ്റെ റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടുതൽ ഉഴപ്പിയിട്ടുള്ളത് ഈ ധൈര്യത്തിലാണ്. കാരണം പുള്ളിയാണ് എല്ലാം സ്വിച്ചിട്ട പോലെ എല്ലാം സെറ്റ് വെച്ചിട്ടുള്ളത്. സിനിമയുടെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് ബിജുവേട്ടൻ. അത്രയേ ഉള്ളൂ. യൂഷ്വലി അറിയാലോ, നമ്മളെല്ലാവരും പ്രസ് മീറ്റും ഇതെല്ലാം ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം നമ്മളതിൽ നിന്നും അത് ചെയ്തില്ല. ഇതൊരു മീഡിയ ഗ്യാതറിംഗ് എന്നുള്ളത് മാത്രമേ ചിന്തിച്ചുള്ളൂ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഡിന്നറും എല്ലാം കഴിച്ച് പിരിയുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഇതിനെ കണ്ടുള്ളൂ. വേറെ ഒന്നുകൊണ്ടല്ല, സിനിമ സംസാരിക്കട്ടെ എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം. അങ്ങനെ സിനിമ സംസാരിക്കുകയാണ്, പ്രേക്ഷകർ പിന്നീട് അതിന് ഒരു അവസരം നൽകുകയാണെങ്കിൽ റിലീസ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും മീഡിയയിൽ കാണുന്നതായിരിക്കും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കേക്ക് കട്ടിംഗ് ആണ് അടുത്ത പരിപാടി. നീവേട്ടാ തിരിച്ചുകൊണ്ടോ? ഓക്കെ. ചേട്ടാ പടം പൊളിച്ചെടുക്കൂലേ? ചേട്ടന്റെ ഒരു തിരിച്ചുവരവ് ഞങ്ങൾ കാത്തിരിക്കാണ്.